നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഞാനിപ്പം എന്താണ് ഈ മൊബൈലിൽ കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒന്നുമല്ല, വേറൊന്നുമല്ല, ഒരാളെ പറ്റിയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൻ്റെ മാത്രമല്ല, മലയാള സിനിമയുടെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാന താരങ്ങളിൽ ഒരാളായ നമ്മുടെ സ്വന്തം മമ്മൂക്കാനെ പറ്റിയിട്ടാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് മമ്മൂക്കാനെ പറ്റിയിട്ട് ഇങ്ങനെ ഇത്രയും ക്യൂരിയസ് ആയിട്ട് ഈ ഇന്റർനെറ്റിലും കാര്യങ്ങളിലൊക്കെ നോക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇന്നലെ ഞാൻ മമ്മൂക്കായുടെ പുതിയ സിനിമ ടർബോ. അത് പല അഭിപ്രായങ്ങളും ഇപ്പോൾ ടർബോനെ പറ്റിയിട്ട് വന്നിട്ടുണ്ടാവും. നെഗറ്റീവ് വന്നിട്ടുണ്ടാകും, കുറേ പോസിറ്റീവ് വന്നിട്ടുണ്ടാകും. കുറേ ആൾക്കാർ വൈശാഖിൻ്റെ പഴയ മുമ്പ് ചെയ്ത സിനിമകളെ കമ്പയർ ചെയ്തിട്ട് ടർബോ കാണാൻ പോയിട്ട് അതിനത്ര എത്തിയില്ലാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്നും പ്രതീക്ഷയിൽ കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പോസിറ്റീവ് വന്നിട്ടുണ്ടാവും. ഇതൊന്നും അല്ലായിരുന്നു എന്നെ ആ സിനിമയിൽ ആകർഷിച്ചത്. മമ്മൂക്കാനെ പറ്റി ഞാനിന്ന് നോക്കാൻ കാരണം മമ്മൂക്കയുടെ വയസ്സാണ്. നമ്മൾ തമാശയ്ക്ക് പറയും മമ്മൂക്കയുടെ വയസ്സ് എന്ന് പറയുന്നത് ഡിസെൻഡിങ് ഓർഡറിലാണ്. വർഷം കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും, ഓരോ ദിവസം കഴിയുന്തോറും എന്താ പറയുക, ഗ്ലാമർ കൂടിക്കൂടി കൊണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് മമ്മൂക്ക എന്ന് എല്ലാവരും പറയും. അതേ ഒരു എനർജി നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ കണ്ട മമ്മൂക്കയുടെ ആക്ഷൻ സീനുകളിൽ കണ്ട അതേ എനർജി എനിക്ക് ആ ടർബോ കാണുന്ന പല സീനുകളിലും മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ അല്ലായിരുന്നു എനിക്ക് കാണാൻ. ഞാൻ കണ്ടത് അതിൽ ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് കണ്ടത്. നല്ല രീതിയിൽ ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് മമ്മൂക്ക മാറി. ആ ക്യാരക്ടറിന് എന്തൊക്കെയാണോ വേണ്ടിയിരുന്നത് അതൊക്കെ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് 100% മമ്മൂക്കയ്ക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട്. ഞാനപ്പോൾ ആലോചിക്കായിരുന്നു എവിടെ നിന്നാണ് ആ എനർജി വരുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ആലോചിച്ചു. ആ വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. മമ്മൂക്ക ചെയ്യുന്നത് പോലെ ഇപ്പൊ തന്നെ നമുക്ക് പലർക്കും പിന്നെ മമ്മൂക്ക ചെയ്യുന്ന ഒരു ആക്ഷൻ സീനോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുമ്പ് മമ്മൂക്കയുടെ പല സിനിമകളും കണ്ടിട്ടുണ്ടാവും. ഈ നരസിംഹത്തിലെ തന്നെ ആ ഒരു സീൻ നോക്കിയാൽ മതി, മമ്മൂക്കയുടെ ആ കോടതിയിലുള്ള ആ സീൻ നോക്കിയാൽ മതി. നരസിംഹത്തിലുള്ള എന്ത് നല്ല ആ ആക്സെന്റ് ആണ്, എന്ത് നല്ല ആക്സെന്റിലാണ് പുള്ളി സംസാരിക്കുന്നത്. നമ്മൾ എത്രത്തോളം കിണഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു അറ്റത്ത് അതിന്റെ ഒരു 7 അയലത്ത് പോലും വരാത്ത രീതിയിൽ അത്രയും ഗംഭീരമായിട്ടാണ് മമ്മൂക്ക പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സിനിമയിലും തന്നെ സ്വയമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് മമ്മൂക്ക ഓരോ സിനിമയിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഈ സിനിമയിൽ എടുത്തിരുന്നില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് തീ പിടിച്ചേനെ. കാരണം ആ ഒരു വാക്യങ്ങളിൽ തന്നെ അറിയാം മമ്മൂക്ക എത്രത്തോളം പിന്നെ ഈ സിനിമ അഭിനയത്തെ ക്രേസ് ആയിട്ട് കൊണ്ട് നടക്കുന്നത്. ഇത്രയും ക്രേസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന അധികം ആൾക്കാരൊന്നും മലയാള സിനിമയിൽ ഉണ്ടാവില്ല. ലാലേട്ടൻ ഉണ്ട്. ലാലേട്ടൻ വേറൊരു പ്രോഡിജിയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരാളാണ് മമ്മൂക്ക. രണ്ടുപേരും അവർക്ക് കിട്ടുന്ന റോളുകൾ നല്ല മനോഹരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ലാലേട്ടനും മമ്മൂക്കയും. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന മമ്മൂക്കാനെ പറ്റിയാണ്. 72 വയസ്സായി മമ്മൂക്കായ്ക്ക് എന്നുള്ളത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക വിശ്വസിക്കില്ല 72 വയസ്സായി എന്നുള്ളത്. എന്നെ ഇന്നലെ ടർബോ സിനിമ കണ്ടപ്പോൾ എന്നെ പിന്നെ വളരെ എന്താ പറയുക അത്ഭുതപ്പെടുത്തിയ ഒരു കാസ്റ്റിംഗ് ആയിരുന്നു ബിന്ദു പണിക്കറിന്റെ നല്ല കാസ്റ്റിംഗ് വൈസ് ആ സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആരുടെ കാസ്റ്റിംഗ് ആയാലും, അതിപ്പോൾ ശബരീഷിന്റെ ആയാലും പിന്നെ വില്ലൻ ക്യാരക്ടർ ചെയ്ത പുള്ളിയുടെ ആയാലും, ആരുടെ കാസ്റ്റിംഗ് ആയാലും നല്ല രീതിയിൽ ആണ് ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു പണിക്കർ ചെയ്ത റോളാണ്. തന്നെക്കാളും മൂത്ത ഒരാളെ, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം എന്താ പറയുക, ഒരു മഹാനടന്റെ ഒക്കെ അമ്മ വേഷം ചെയ്യാൻ കുറേ പേരൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം കവിയൂർ പൊന്നമ്മയൊക്കെ വളരെ ചെറുപ്രായത്തിൽ നസീർ സാറിൻ്റെ ആരുടെയൊക്കെ അങ്ങനത്തെ വലിയ നടന്മാരുടെയൊക്കെ മലയാളം കണ്ട മഹാനടന്മാരുടെയൊക്കെ അമ്മ വേഷം ചെയ്തിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിൽ അമ്മ വേഷം ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനായാലും, അത് കവിയൂർ പൊന്നമ്മ ആയാലും, KPSC ലളിത ആയാലും, അല്ലെങ്കിൽ സുകുമാരിയമ്മ ആയാലും, അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ സിസ്റ്റർ കവിയൂർ രേണുക, പിന്നെ എന്താ പറയുക, ഇങ്ങനെ കുറേ അമ്മ വേഷം ചെയ്യുന്ന അവരെല്ലാം അവർക്ക് ഓരോ ട്രേഡ് മാർക്ക് സാധനങ്ങളുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടറിനും ഓരോ ഏത് സിനിമയാണെങ്കിലും
സുകുമാരി അമ്മയാണെങ്കിൽ ആർക്കായാലും അതൊരു ട്രേഡ് മാർക്ക് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക്. നമുക്ക് അമ്മ വേഷം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ആ ഒരു റോളുകളൊക്കെയാണ്. പക്ഷേ ബിന്ദു പണിക്കറുടെ ഈ ഒരു അമ്മ വേഷം പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു അമ്മ വേഷമായിരുന്നു. കാരണം ഒരു കോമഡി എലിമെന്റും കൂടെ അതിലുണ്ട്. അന്ന് അത് കോമഡിയാണോ? അല്ല, സീരിയസ് ആണ് താനും. ഒരേ മിനിറ്റിൽ ഒരേ സെക്കൻഡിൽ കോമഡി ആയിട്ടും സീരിയസ് ആയിട്ടും പെട്ടെന്ന് ഭാവപകർച്ച ചെയ്യുന്ന ഒരു നല്ല അടിപൊളി ക്യാരക്ടറായിരുന്നു ബിന്ദു പണിക്കർ കിട്ടിയിരുന്നത്. അത് എനിക്ക് സിനിമ കണ്ടുകൊണ്ട് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് മല്ലിക സുകുമാരൻ ആപ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ സിനിമ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകെ എനിക്ക് മനസ്സിലായി തുടങ്ങി ബിന്ദു പണിക്കർ തന്നെയാണ് ഈ റോളിന് ആപ്റ്റ് എന്നുള്ളത്. കാരണം ആ ഒരു എന്താ പറയുക, ആ ഒരു ഡയലോഗ് ഡെലിവറിയും എന്താ പറയുക, നമ്മൾ ആ ഒരു ഭാവങ്ങൾ മുഖത്ത് എൻ്റെ തോന്നലാണ് ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കാം. ആ ഒരു മുഖത്ത് വരുന്ന ഭാവങ്ങളും അവരുടെ ഡയലോഗ് ഡെലിവറിയും ആ പ്രസന്റേഷനും എല്ലാം ആ ഒരു ചെറിയൊരു മൂളൽ പോലും അല്ലെ ആ മൗനമായിരിക്കുന്നത് പോലും ആ ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ അമ്മയായിട്ട് അല്ലെങ്കിൽ പക്കാ ഒരു പിന്നെ ഇടുക്കിക്കാരിയായിട്ട് ശരിക്കും അടിപൊളിയായിട്ട് ഒരു വേഷം പകർച്ച തന്നെ ബിന്ദു പണിക്കർ ചെയ്തു. ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ബിന്ദു പണിക്കർ ഇത്ര ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വേഷം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഈ ഒരു സിനിമേനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കീറി മുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ പറയും, നമ്മൾ ചില ആൾക്കാർ നോക്കുമ്പോൾ അതിൻ്റെ ക്യാമറ, അതിൻ്റെ ടെക്നിക്ക്, അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത്. ഇത് നമ്മൾ എന്താ പറയുക, പിന്നെ എന്താ പറയുക, നമ്മൾ പോകുന്നത് എൻജോയ് ചെയ്യാനാണ്. എന്താണ് സിനിമ, അല്ലെങ്കിൽ ആ സിനിമ എന്താണ് നമുക്ക് തരുന്നത്, ആ എൻജോയ്മെൻറ്റ് എന്താണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊരു നോർമൽ ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിലുള്ളത്. ആ അതിമാനുഷികനൊന്നല്ല ഈ ഒരു സിനിമയില് ആ ക്യാരക്ടർ. പിന്നെ ഒരു സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാള്, ആ നാട്ടിൻപുറം വിട്ടുപോവാൻ ഇഷ്ടമില്ലാത്ത ഒരാള് ചില കാരണങ്ങൾ കൊണ്ട് ആ നാട്ടിൻപുറം വിട്ടുപോകേണ്ടി വരികയാണ്, നിർബന്ധിതനാവുകയാണ് ചില കാരണങ്ങളുണ്ട്. പക്ഷെ എത്തിപ്പെടുന്നിടത്ത് പിന്നെ അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അയാൾ അതിനെ തരണം ചെയ്യുന്ന എങ്ങനെയാണ് അയാൾ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളതും അതിലൂടെ അയാളുടെ ജീവിതം എന്തായിത്തീരുന്നു എന്നുള്ളതും കാണിച്ചു തരുന്ന ഒരു സാധാരണ ഒരു സിനിമയാണ് ഈ ടർബോ എന്ന് പറയുന്നത്. അതിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ ക്യാരക്ടറായിട്ട് തന്നെ, ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് തന്നെ അങ്ങ് കൂണ്ട് വിളയാടിയിട്ടുണ്ട്. അതില് പിന്നെ നമുക്ക് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ, ഒരു മമ്മൂക്ക ഫാൻ എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേറൊരു പിന്നെ എന്താ പറയുക, മുമ്പ് കണ്ട സിനിമേൻ്റെ പിന്നെ ഒരു ഓർമ്മ പോലും ഇല്ലാണ്ട്, അല്ലെങ്കിൽ അതിനെ ബേസിലായി ഇപ്പോൾ വൈശാഖ് മുമ്പെടുത്ത പല സിനിമകളെയും ഒന്ന് താരതമ്യം ചെയ്യാണ്ട് നമ്മൾ പോയി കാണുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സിനിമയെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ട് നമ്മൾ കാണുന്ന തിയേറ്ററിൽ നിന്ന് ഞാനടക്കം പല സീനുകളിലും നമ്മൾ വിസിലടിച്ചിട്ടാണ് നമ്മുടെ സന്തോഷം പ്രകടിപ്പിച്ചത്. കാരണം ഞാനെന്നുള്ള എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫാനിന്, അല്ലെങ്കിൽ ഒരു മലയാള സിനിമ, ഞാനിപ്പോൾ എല്ലാ സിനിമയും കാണും. ഞാൻ മമ്മൂക്കയുടെ സിനിമ മാത്രമല്ല, ഞാൻ എല്ലാ സിനിമയും കാണും. ബേസിക്കലി ഞാനൊരു പൃഥ്വിരാജ് ഫാനാണ്. എന്നിരുന്നാലും ഞാൻ മലയാളത്തിൽ വരുന്ന എല്ലാ സിനിമയും ഞാൻ കാണാറുണ്ട്. ഒരു ബേസിക് ഒരു സിനിമ പ്രേമി എന്ന നിലയിൽ എന്നെ നല്ലോണം തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ് ഈ ഒരു ടർബോ എന്ന് പറയുന്നത്. ടർബോ മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ കണ്ടതിൽ വെച്ച് എല്ലാ സിനിമകളും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല ക്രാഫ്റ്റായിരുന്നു. എന്താ പറയുക, എനിക്ക് ചില സിനിമകളൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് വല്ലാണ്ട് സ്ലോ ആയിട്ട് പോകുന്നതാണ്, സ്ലോ മൂവിയാണെന്ന് തോന്നും. പക്ഷെ എനിക്ക് ഇതിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഇതുവരെ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് വന്നിട്ടില്ല. സ്റ്റോപ്പ് നീ ഇങ്ങോട്ട് നോക്കും. നമ്മള് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല സമയത്തും പിന്നെ സിനിമയുടെ കഥ എന്താവുന്നോ, കഥ എങ്ങോട്ട് പോകുന്നോ അല്ല നമ്മൾ നോക്കിയത്. മമ്മൂക്കയുടെ ആ ഗെറ്റപ്പാണ്. മമ്മൂക്ക വരുന്ന ആ ഓരോ സീനിലും വരുന്ന ഒരു ഗെറ്റപ്പിലാണ്. ഇപ്പോ പിന്നെ നമ്മൾ പല സിനിമകളിലും മമ്മൂക്ക അഭിനയിച്ച പല സിനിമകളിലും മമ്മൂക്ക ആ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിനെ തന്നെയായി മാറുന്നുണ്ട്. നമ്മൾ രാപ്പകല് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പാവപ്പെട്ട ഒരു കാര്യസ്ഥനായിട്ട്
പിന്നെ ഇപ്പോൾ നരസിംഹത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നന്ദഗോപാൽ മാരാർ എന്നുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ട്, പിന്നെ രാക്ഷസ രാജാവ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക കമ്മീഷണറായിട്ട്, പിന്നെ അങ്ങനെ പല സിനിമ, ഇൻസ്പെക്ടർ ബൽറാം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻസ്പെക്ടർ ബൽറാം ആയിട്ട്, ബൽറാം വേഴ്സസ് താരാദാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ താരാദാസ് ആയിട്ടും, അങ്ങനെ ബൽറാം ആയിട്ടും, അങ്ങനെ പല സിനിമയ്ക്ക് വേണ്ടത് എന്താണോ അത് പൂർണ്ണമായിട്ട് കൊടുക്കാൻ മമ്മൂക്കായ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഓരോ സീന് വരുമ്പോഴും, നമ്മൾ സിനിമ കാണുമ്പോഴും നമ്മളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മമ്മൂക്ക ഈ ഒരു സീനിൽ വരുന്നത്. ആ ഒരു പല സീനുകളിലും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകുന്നവന്റെ ഒരു നിസ്സഹായത നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക എങ്ങനെയായിരിക്കും ആ സ്ക്രീനിൽ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ എന്താണ് ആ സ്ക്രീനിൽ കാണിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ സെക്കൻഡിലും നോക്കിക്കൊണ്ടിരുന്നത്. അത് ഫൈറ്റ് സീനുകളിലാണെങ്കിലും, മമ്മൂക്കയുടെ ഇൻട്രോ സീനിലാണെങ്കിലും, ഏത് സീനിലാണെങ്കിലും മമ്മൂക്കയുടെ ഡയലോഗ് ഡെലിവറി സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ മനുഷ്യൻ ആ ഒരു സീനിൽ ജീവിച്ച് കാണിക്കുന്നതായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ട്. പിന്നെ വേറൊരു കാര്യം, എന്നെ അത്ഭുതപ്പെട്ട വേറൊരു കാര്യം, അതിൽ കുറേ ചേസ് സീനുകളും പിന്നെ ഫൈറ്റിന്റെ ഭാഗമായിട്ടുള്ള കുറേ ചേസുകളുണ്ട്. ഞാൻ പല ഇന്റർവ്യൂവിലും കേട്ടിട്ടുണ്ട് മമ്മൂക്കാന്റെ ഡ്രൈവിങ്ങിന്റെ ക്രേസിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മൂക്ക എങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് പല പിന്നെ നമ്മളെ മലയാള സിനിമയിലെ പല ആർട്ടിസ്റ്റുകളും പറയുന്നത് ഞാൻ പല ഇന്റർവ്യൂലായിട്ട് കേട്ടിട്ടുണ്ട് മമ്മൂക്കാന്റെ ഡ്രൈവിങ്ങിനെ പറ്റി. ശരിക്കും എനിക്ക് ആ സമയത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പല ചേസിലും മമ്മൂക്ക ഒറിജിനലായിട്ടാണോ ഈ ഒരു പിന്നെ ഈ ഒരു ചേസുകളൊക്കെ ചെയ്ത് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിയാണ്. എന്നിട്ടും ഞാനിത് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരു ആരാധനയാണ് ഇവരോട്, ഈ മമ്മൂക്കാനോട് മാത്രമല്ല എല്ലാവരോടും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കില്ലാത്തൊരു പ്രത്യേകതരം, നമുക്ക് കഴിയാത്ത പല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതായത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത്. അത് ഇപ്പോൾ ഒരു സംവിധായകനോ തിരക്കഥാകൃത്തോ അല്ലെ കഥ എഴുതിയ ആളോ അവരെന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണോ പിന്നെ അവർ ആ കഥ എഴുതുന്നത്, അല്ലെങ്കിൽ സംവിധായകൻ എന്തുദ്ദേശിച്ചിട്ടാണോ ആ സിനിമ ആ ക്യാരക്ടറിനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്, അത് ഒരു നുള്ളു പോലും ചോരാതെ പിന്നെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ആൾക്കാരാണ് ഈ നടന്മാർ. പിന്നെ എന്താ പറയുക, ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഈ സിനിമ അനൗൺസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ സിനിമ റിലീസായ സമയത്ത് തന്നെ ആഗ്രഹമായിരുന്നത് കാണുന്നത്. കാരണം മിഥുൻ മാനുവൽ തോമസ് എങ്ങനെ ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത്, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ തിരക്കഥ കഥ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് കാണുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്തു മിഥുന്. അതേപോലെ തന്നെ ഇതിൻ്റെ സംവിധായകൻ വൈശാഖും മുമ്പ് ചെയ്ത പടത്തിൽ ഒരു ഹാങ് ഓവർ ഇല്ലാണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക, വൈശാഖ് മുമ്പ് ചെയ്ത പടങ്ങൾ, അല്ലെങ്കിൽ മമ്മൂക്കാട് മുമ്പ് റിലീസായ പടങ്ങളുടെ ഒന്നും ഹാങ് ഓവർ ഇല്ലാണ്ട് നമ്മൾ ഈ ഒരു ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇത് തന്നെ കിട്ടും, നല്ലൊരു റിസൾട്ട് തന്നെ തരും. അതിപ്പോൾ മമ്മൂക്കാൻ്റെ മാത്രമല്ല, ഇപ്പം മറ്റ് പല സിനിമകളും ഞാനൊരു ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു റിവ്യൂ വായിച്ചാണ്. പല സിനിമകളും പിന്നെ ബോക്സ് ഓഫീസിൽ നല്ല റിസൾട്ട് കൊടുക്കാത്തതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുമ്പ് ചെയ്ത സിനിമകളെ കമ്പയർ ചെയ്തിട്ട് ആ ഒരു സിനിമയെ കാണാൻ പോകും. എനിക്കൊരിക്കലും പിന്നെ മമ്മൂക്കാൻ്റെ രാജമാണിക്യം അല്ലെങ്കിൽ പോക്കിരി രാജ ഇതിനെയൊന്നും കമ്പയർ ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇതിനെയൊന്നും ബേസ് ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് എനിക്ക് പിന്നെ ഒരിക്കലും എനിക്ക് മമ്മൂക്കാൻ്റെ വേറൊരു സിനിമയും കാണാൻ പോകാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജോണറിലുള്ള പടങ്ങളാണ്. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിധേയൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, മമ്മൂക്ക അഭിനയിച്ച നല്ലൊരു അടിപൊളി പടമായിരുന്നു വിധേയൻ അല്ലെങ്കിൽ പൊന്തന്മട, ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ട പിന്നെ പാലേരി മാണിക്യ പാതിര കൊലപാതകത്തിന്റെ കഥ. ഈ സിനിമകളൊക്കെ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് മമ്മൂക്കാൻ്റെ വേറെ ഏതെങ്കിലും സിനിമ കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഈ പറഞ്ഞ 3 സിനിമകളും റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് പോക്കിരി രാജ്യമോ അല്ലെങ്കിൽ മധുര രാജ്യമോ അല്ലെങ്കിൽ പിന്നെ രാജമാണിക്കോ ഈ സിനിമകൾ നമുക്ക് പിന്നെ എന്താ പറയുക, ഈ സിനിമകൾ ഈ പൊന്തന്മാടയോ വിധേയനോ അല്ലെങ്കിൽ പാലേരി മാണിക്കോ ഈ സിനിമകളൊക്കെ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള സിനിമകൾ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം 3 ജോണറാണ്. 3ലും മമ്മൂക്ക എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ സിനിമ കണ്ടാൽ അറിയാൻ പറ്റും.
പൊന്തന്മാടയിലെ ആ ഒരു ക്യാരക്ടർ ചെയ്ത മമ്മൂക്കയാണ് കുട്ടുറുമീസിലെ ക്യാരക്ടർ കുട്ടുറുമീസായിട്ട് ചെയ്ത് സൂര്യമാനസത്തിലെ കുട്ടുറുമീസായിട്ട് ചെയ്തത്. അത് രണ്ടും എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ അതിൽ? പിന്നെ വിധേയനിലെ ഭാസ്കര പട്ടേലർ എന്ന് പറഞ്ഞ ക്യാരക്ടറും പിന്നെ എന്താ പറയുക ഈ രാജമാണിക്യത്തിലെ ഈ ക്യാരക്ടറും നമുക്ക് എങ്ങനെയെങ്കിലും ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ പാലേരി മാണിക്യത്തിലെ ആ ഡബിൾ റോളിൽ വരുന്ന മമ്മൂക്ക, അച്ഛനായിട്ടും മകനായിട്ടും പിന്നെയും 3 ക്യാരക്ടറിൽ വരുന്ന മമ്മൂക്ക, ആ 3 ക്യാരക്ടറിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ ബാക്കിയുള്ള സിനിമകളുമായിട്ട്? അതാണ് നമ്മൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ആ സിനിമയെ തന്നെ കാണണം. ആ സംവിധായകൻ മുമ്പ് എന്ത് ചെയ്തു വെച്ചെന്നോ അല്ലെങ്കിൽ അതിൽ പിന്നെ അഭിനയിച്ച പ്രധാന നടൻ അല്ലെങ്കിൽ പ്രധാന ക്യാരക്ടർ ചെയ്ത ആൾ മുമ്പ് എന്ത് സിനിമ ചെയ്തു വെച്ചെന്നോ ഉള്ളത് നോക്കാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ആ സിനിമ ആസ്വദിക്കാൻ പറ്റും. ഒരിക്കലും ഒരു മുമ്പ് കണ്ട ഒരു സിനിമയെ കമ്പയർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു സിനിമയും കാണാൻ പറ്റില്ല. ഇപ്പൊ ലാലേട്ടന്റെ സിനിമയാണെങ്കിലും ലാലേട്ടന്റെ പല സിനിമകളും ഇപ്പോൾ വാനപ്രസ്ഥം ഒക്കെ ബേസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് വേറൊരു സിനിമയെ നമുക്ക് കണ്ടുപോകാൻ പറ്റില്ല. കാരണം എല്ലാം ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ എക്സ്ട്രീം ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഭാരതമായാലും പിന്നെ വടക്കുന്നാഥനായാലും എല്ലാം പുള്ളി അതിന്റെ എക്സ്ട്രീം ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഭരത പിഷാരടി ഇപ്പൊ വടക്കുന്നാഥനെ തന്നെ നോക്കിയാൽ മതി. ആ ഭരത പിഷാരടി ആ ഒരു പിന്നെ മൂഡിലേക്ക് ആ ഒരു ഭരത പിഷാരടി അനുഭവിച്ചു പോകുന്ന ആ മാനസിക നില നമുക്ക് എത്തിക്കും. പിന്നെ പോരാത്തതിന് തന്മാത്ര കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രണയം മമ്മൂക്ക ലാലേട്ടൻ ചെയ്തു വെച്ച ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഒരു സെൻസിലെടുക്കുക. ആ സിനിമ എന്താണോ നമുക്ക് തരുന്നത് ആ ഒരു സെൻസിലേക്ക് മാത്രം എടുക്കുക. ഇതിനെ വേറൊരു സിനിമയായിട്ടും കമ്പയർ ചെയ്യാൻ പോവാണ്ട് നമ്മൾ എന്ത് ചെയ്യാന്നുള്ള എന്താണ് ഇപ്പോഴുള്ള സിനിമ എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രം എടുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ടെക്നിക്കൽ കുറ്റങ്ങളോ അല്ലെങ്കിൽ ടെക്നിക്കലി ഇന്നതാണ് അല്ലെങ്കിൽ ടെക്നിക്കലി അതാണ് ഇതാണ് ഈ ആഫ്റ്റർ ഓൾ സിനിമ എന്ന് പറയുന്നത് നമുക്ക് 2.5 മണിക്കൂർ എൻജോയ്മെന്റ് തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ മൈൻഡിനെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഫ്റ്റർ ഓൾ സിനിമ എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്ന സിനിമ ഏതാണോ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ പൂർണ്ണമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ 2024 ഇതുവരെ വന്ന സിനിമകളൊക്കെ നല്ല അടിപൊളി സിനിമകളായിരുന്നു. ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത നല്ല രീതിയിൽ വന്ന സിനിമകളായിരുന്നു. പ്രേമലു ആയാലും മഞ്ഞുമൽ ബോയ്സ് ആയാലും ബ്രഹ്മയുഗ ആയാലും പിന്നെ എന്താ പറയുക പിന്നെ ഏതായിരുന്നു വന്നിരുന്ന മലക്കോട്ടെ വാലി, പിന്നെ അങ്ങനെ എല്ലാം വന്ന സിനിമകളൊക്കെ നല്ല സിനിമകളായിരുന്നു. ആവേശമായാലും ഇപ്പോ അൽത്താഫിന്റെ പുതിയൊരു സിനിമയുണ്ട്, എന്താണ് ഒരു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, അനാർക്കലിയും അൽത്താഫും കൂടെ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു സിനിമയുണ്ട് മന്ദാകിനി. പിന്നെ തലവൻ മന്ദാകിനി. പിന്നെ ബിജുമേനോനും ആസിഫും പിന്നെ ചെയ്തിട്ടുള്ള ഒരു പടമുണ്ട് ഇപ്പോൾ, പിന്നെ തലവൻ. ജിസ് ജോയുടെ പുതിയൊരു സിനിമ. എനിക്ക് പിന്നെ ജിസ് ജോയ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന പിന്നെ എന്താണ് ബൈസിക്കിൾ തീവ്സും പിന്നെ സൺഡേ മോളിയുടെ ഒക്കെയാണ്. അത് നല്ല രീതിയിൽ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ട് തലവൻ എന്ന് പറഞ്ഞിട്ട്. അത് കൂടാതെ തന്നെ ഗുരുവായൂർ അമ്പലനടയിലുണ്ട് രാജുവേട്ടൻ്റെ. പിന്നെ രാജുവേട്ടൻ ഇതിന് മുന്നേ വന്ന പടം എന്ന് പറഞ്ഞാൽ ആടുജീവിതമായിരുന്നു. 10-16 വർഷത്തോളം എഫേർട്ട് എടുത്തിട്ട് ബസ്സിസാർ എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു പടമായിരുന്നു ആടുജീവിതം. അങ്ങനെ ഈ 2024 നോക്കുകയാണെങ്കിൽ പാൻ ഇന്ത്യ ലെവലിൽ തന്നെ മലയാള സിനിമയ്ക്ക് നല്ലൊരു പേരും നല്ലൊരു സ്റ്റാർട്ടിങ് ഉണ്ടായ ഒരു വർഷമാണ്. അതിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മമ്മൂക്കാൻ്റെ ഈ ഒരു ടർബോ ആയാലും നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തി പോകുന്ന സിനിമകളായിരുന്നു ഈ വർഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങോട്ടും ഈ വർഷം ഇനിയും കുറേ ബാക്കിയുണ്ട്. ഇനിയും വർഷങ്ങളോളം നമ്മൾക്ക് കിടക്കുന്നുണ്ട് മുന്നിൽ. മലയാള സിനിമയ്ക്ക് നമുക്കും ഇഷ്ടംപോലെ വർഷങ്ങളോളം മുന്നോട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ഇതേപോലെ നല്ല രീതിയിൽ നല്ല വെച്ചടി പ്രേക്ഷകർ കയറ്റം കിട്ടുന്ന രീതിയിൽ പിന്നെ നല്ല ഹൈ ലെവലിൽ നല്ല ഹൈറ്റ്സിലേക്ക് മലയാള സിനിമ എത്തട്ടെ എന്ന് എല്ലാവർക്കും, മലയാള സിനിമയിലുള്ള എല്ലാവർക്കും നല്ല റോളുകൾ ചെയ്ത് ഈ ഒരു ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവനും എത്തിച്ചേരട്ടെ എന്നും പിന്നെ എന്താ പറയുക നമുക്ക് ആശംസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം,